നോക്കണേ, ജി സുധാകരൻ എന്ന മുൻ കമ്മ്യൂണിസ്റ്റ് നേതാവിന് കാലം കാത്തുവച്ച സ്പീക്കർ ചെയർ അനുവദിച്ച നിയമസഭയിലെ ബജറ്റ് ചർച്ചയിലെ ആ 6 മിനിറ്റ് 9 മിനിറ്റ് എടുത്തു അദ്ദേഹം തൻ്റെ തന്തയ്ക്ക് വിളിച്ചവർ, താൻ പിണറായിയുടെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ ചെല്ലുമെന്ന് കരുതിയിരുന്നവർ, തന്നെ ചെറ്റ എന്ന് വിളിച്ചയാൾ, ഖജനാവിൽ 6000 കോടി രൂപ പെരുകിക്കിടക്കുന്നെന്ന് വീമ്പിളക്കിയവർ. എന്തിന്? AKG സെൻറ്ററിലെ പ്യൂണിനവർ വലിച്ചു കീറി പൊളിച്ചടുക്കി കാലെ വരുത്തുക്കി നിലത്തടിച്ചു. പറഞ്ഞു കഴിഞ്ഞ ദിവസം 6000 കോടി രൂപയുണ്ട്, 6000 കോടി രൂപയുണ്ട്, 6000 കോടി രൂപയുണ്ട്. സാറ് 6000 കോടി രൂപ ഉണ്ടെന്നും അറിയത്തില്ല, ഇടയ്ക്ക് ഒരു നോട്ടും ചില പൊക്കി കാണിക്കും. അത് 6000 വേണമെന്ന് ആര് പറഞ്ഞു? എൻ്റെ അച്ഛനെ വിളിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ അവിടെ. സത്യം പറയാണ്, ഏറ്റവും പറ്റും ഞാൻ പറയാം, എൻ്റെ അച്ഛനെ വിളിക്കുകയാണ്. ഞാൻ അച്ഛനെ കാണാത്തത് കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതെനിക്ക് പറയാം. ഇതൊക്കെ ശരിയാണ് സാർ. പിണറായി വിജയന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യതയില്ലെന്ന് ഇവിടെ MLA ആയിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ മുണ്ടിരിയണമെന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു. തുടക്കം ഗണേശസ്തുതിയോടെയല്ല, മറിച്ച് സതീശസ്തുതിയോടെ തന്നെയായിരുന്നു ജി സുധാകരൻ്റെ തുടക്കവും. 80-ലുള്ള ബജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി രാജാവ് ബഗറാണെന്ന ഷേക്സ്പിയർ വിളിച്ചു പറഞ്ഞതിനെ പോലെ തന്നെയാണെന്ന് ജി സുധാകരൻ. അങ്ങനെ തുടങ്ങി. ആരടാ കമ്മ്യൂണിസം നശിച്ചത് എന്ന് പറഞ്ഞു. അവൻ്റെ മുഖം ഞാൻ കാണാത്തത് അയാളുടെ നല്ല കാലമാണെന്നൊക്കെ ഭരണകക്ഷി ബെഞ്ചിനെ നോക്കി പറഞ്ഞു. കിങ് ഈസ് എ ബഗർ എന്ന് ഷേക്സ്പിയർ പറയുന്നുണ്ട്. രാജാവ് ഒരു ദരിദ്രനാണ്, അദ്ദേഹത്തിൻ്റെ യാതൊന്നുമില്ല. പക്ഷെ പ്രജകൾ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് നികുതിയായിട്ടും മറ്റതായും മറിച്ചതായും. അതെല്ലാം നീതിപൂർവ്വം വാങ്ങി വരവ് വെച്ച് അതേ ജനങ്ങൾക്ക് വേണ്ടി അതങ്ങോട്ട് വിതരണം ചെയ്യുകയാണ്. ഇതാണ് ബഡ്ജറ്റ്. അത് ഈ ബഡ്ജറ്റിൽ അതിന് സാരാംശമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഗറാണെന്നല്ല, ആ സ്ഥാനത്ത് ആരിരുന്നാലും സത്സന്ധനാണെങ്കിൽ ഒരു ബഗറിനെ പോലെയായിരുന്നു. അക്കാര്യമാണ് ഞാൻ പറഞ്ഞത്. സർ, ഞാൻ പറയട്ടെ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഒരു ശാപമാണെന്നൊരു സുഹൃത്ത് പറഞ്ഞു. ഞാനതിന് മുഖം കാണാതിരുന്ന എൻ്റെ ഭാഗ്യം. സർ, കമ്മ്യൂണിസം ശാപമാണെന്ന് പറയുന്ന ലോകത്ത് ജീവിച്ചിരിക്കാൻ അവകാശമുണ്ട്. മഹാനായ ജവഹർലാൽ നെഹ്റു എന്താണ് പ്രിൻസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ എഴുതി വെച്ചിരിക്കുന്നത്? അത് ശാപമാണെന്നാണ്. അതിനെ ശാപഗ്രസ്തമാക്കിയവരെ പറ്റി പറയുന്നതിന് പകരം ആ മഹത്തായ ഐഡിയോളജി ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നിവിടെ കമ്മ്യൂണിസം ഇല്ല സാർ. ഇവിടെ എന്ത് കമ്മ്യൂണിസം? ഇപ്പോൾ ആരാ കമ്മ്യൂണിസ്റ്റ്? ഞാൻ ഒരു പാർട്ടിയിലും ഇല്ലാത്തത് കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുന്നില്ല. കാരണം അവിശ്വാസിയാണ്. കാരണം ഒരു പാർട്ടിയിൽ ഉണ്ടെങ്കിലേ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടാവുമെന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണ്. അത് പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതൊരിക്കലും കാലാഹരണപ്പെട്ടതല്ല. അത് കൊണ്ടു നടക്കാനും നടപ്പാക്കാനും ഉള്ളവരാരും ഇപ്പം ഇല്ല. ചൈനയിലും ക്യൂബയിലും കൊറിയയിലും വിയറ്റ്നാമിലും ഉള്ളത് അതവരൊരു പരുവത്തിൽ കൊണ്ട് നടക്കുന്നു. ബാക്കിയെല്ലാം ഇവിടെ ആരാളുള്ളത്? ആരുമില്ല. ഈ പറയുന്നതൊന്നും കമ്മ്യൂണിസ്റ്റേ അല്ല. അറിഞ്ഞിരിക്കണം. അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. എനിക്ക് സമയമില്ല, സമയം എൻ്റെ പോയിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് കമ്മ്യൂണിസത്തെ ഒന്നും ശപിക്കല്ലേ, അതൊന്നും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള കോൺഗ്രസുമായിട്ട് യോജിച്ചിട്ടുണ്ട്, കോൺഗ്രസിലെ ആന്റണി വിഭാഗമായിട്ട് യോജിച്ചിട്ടുണ്ട്. നാളെ യഥാർത്ഥ കോൺഗ്രസുമായി യോജിക്കത്തില്ലെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? നാളെ യോജിക്കും. തമിഴ്നാട്ടിൽ യോജിച്ചിരിക്കുകയല്ലേ, ലീഗുമായിട്ട് യോജിച്ചിരിക്കുകയല്ലേ. അപ്പോൾ മുഖ്യമന്ത്രി അടക്കം ഭരണപക്ഷം കരുതി ജി സുധാകരൻ്റെ ആ മൂർച്ചേറിയ വാൾ ഇതാ ഭരണപക്ഷത്തിന് നേരെ, തങ്ങൾക്ക് നേരെ വീശി തുടങ്ങിയെന്ന്. പക്ഷേ അത് പ്രതിപക്ഷത്തിന്, പിണറായി വിജയന് ഒരു ബ്രീത്തിങ് ടൈം നൽകുക മാത്രമായിരുന്നു. നേരെ തിരിഞ്ഞ് പ്രതിപക്ഷത്തിനിട്ട് 1 അല്ല 10 അല്ല കൂരമ്പുകൾ ജി സുധാകരൻ എഴുതി വിട്ടത്. അല്ലാതെ ചോദിക്കാണ്, ജി സുധാകരൻ കോൺഗ്രസിൻ്റെ ചെളിക്കുണ്ടി വീടെന്ന് പറഞ്ഞ മഹാന്മാരെ, നിങ്ങളെ എവിടെയാണ് വീടിരിക്കുന്നത്? തമിഴ്നാട്ടിൽ. അത് ചെളിക്കുണ്ടല്ല, അവിടെ അത് ആവശ്യമായിരുന്നു. രാജസ്ഥാനിൽ ഒരു പാർലമെന്റ് സീറ്റ് കിട്ടിയത് കോൺഗ്രസിന്റെ പിന്തുണയുണ്ടല്ലേ? CPM-ന്റെ സ്വന്തം പിന്തുണയിൽ ഒരേ ഒരു സീറ്റല്ലേ കിട്ടിയത്? ഇതൊക്കെ ഓർക്കണം, നമ്മളെല്ലാം ഓർക്കണം. നമ്മുടെ പ്രസ്ഥാനം എന്തുകൊണ്ട് ഇങ്ങനെ ആയിരുന്നു. 62 സീറ്റുണ്ടായിരുന്ന പാർലമെന്റിലെ ഇടതുപക്ഷം 4-6 സീറ്റ്, 2 സീറ്റ് CPI, 4 സീറ്റ് CPIM, 5 സീറ്റ് കേരളത്തിന് വെളി. ഇതെല്ലാം പരിശോധിക്കണം. ഇതൊക്കെ പരിശോധിക്കപ്പെടാണ് ആരാണെന്ന് ഉയർത്തിക്കൊണ്ടുവരിക. ആരും ഉയർത്തിക്കൊണ്ടുവരിക എനിക്കറിയില്ല. ഉയർത്തിക്കൊണ്ട് വന്ന ലക്ഷണം കാണിക്കേണ്ട ഇങ്ങനെയല്ലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഈ പ്രസ്ഥാനത്തിനെതിരായിട്ട് സംസാരിക്കത്തേയില്ല. പക്ഷെ പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ. എൻ്റെ അച്ഛനെ വിളിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ അവിടെ. സത്യം പറയാണ്. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായ ചന്ദനബാബു, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായ എൻ്റെ അച്ഛനെ വിളിക്കുകയാണ്. ഞാൻ അച്ഛനെ കാണാത്തത് കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതെനിക്ക് പറയാം. ഇതൊക്കെ ശരിയാണ് സാർ. പിണറായി വിജയന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യതയില്ലെന്ന് ഇവിടെ MLA ആയിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ മുണ്ടിരിയണമെന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു. സാർ, ഞാൻ ആരുടെയും ചെരുപ്പിനെ വാറഴിക്കാൻ യോഗ്യത ക്വാളിഫൈഡ് ഞാനില്ല സാർ. എന്നെ അഭിമാനിക്കുന്നു അതിനകത്ത്.
തമ്പുരാക്കന്മാരുടെ ചെരുപ്പിൻ്റെ വാറാണ് പണ്ട് ഭൃത്യന്മാർ അഴിച്ചിരുന്നത്. നമ്മുടെ ആരുടെയും ചെരുപ്പിൻ്റെ വാറ് നമ്മളല്ലാതെ ആരും അഴിക്കും. ഇതൊക്കെയാണ് സാർ ഭാഷ, ഫ്യൂഡൽ ഭാഷ, സമ്പന്നന്മാരുടെ ഭാഷ. ഇതൊന്നും കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയല്ല. ചെറ്റക്കുടലിലും ചെറ്റപ്പുരകളിലും താമസിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ വോട്ടർമാർ ഭൂരിപക്ഷവും. അവിടെയാണ് പി കൃഷ്ണപിള്ള EMS ഒക്കെ ഓടിച്ചിരുന്നത്. അവരാണ് അവർക്ക് ഭക്ഷണം കൊടുത്തത്. അതൊക്കെ ഇന്ന് ചരിത്ര കഥകൾ മാത്രമാണ്. ഇന്നത് പ്രാവർത്തികമല്ല, നേരെ വിപരീതമായതുകൊണ്ടാണ് ഞാൻ ഇനി ഇറങ്ങിപ്പോകുന്നത്. അല്ല, എന്നെ ആരും പുറത്താക്കിയതോ ഞാൻ രാജിവെച്ചതോ ഒന്നുമല്ല. അതുകൊണ്ട് എന്നോട് ആർക്കും വിരോധം തോന്നേണ്ട കാര്യമില്ല. ഞാൻ നല്ല കാര്യത്തിന് വേണ്ടി മാത്രം പറയുകയാണ്. സാർ, ഞാൻ അവസാനിപ്പിക്കുന്നു. സാർ, ഓരോ കമ്മീഷൻ ജി സുധാകരൻ അവസാനിപ്പിച്ചത് പിണറായി സർക്കാർ എങ്ങനെ അഴിമതി നടത്തി എന്നതിൻ്റെ സചിത്ര വിവരണത്തോടെയായിരുന്നു. 5.5 ലക്ഷം കോടി രൂപ കേരളത്തിന് അവർ കടം വരുത്തി വച്ചെങ്കിൽ അതിൽ മിനിമം 1 ലക്ഷം കോടിയെങ്കിലും വെട്ടിച്ചത് തന്നെയെന്ന് സുധാകരൻ കട്ടായം പറയുന്നു. അഴിമതിക്കാരെ ബഹുമാനിക്കാൻ നിൽക്കാതെ അവരെ തുറുങ്കിലടയ്ക്കണമെന്ന് സർക്കാരിൻ്റെ അഭ്യർത്ഥന കൂടിയായപ്പോൾ സ്പീക്കർക്ക് തന്നെ തോന്നിപ്പോയി ഇന്നത്തേക്ക് ജി സുധാകരൻ വക ഇത്രയും മതിയാക്കും, പിണറായിക്കും കൂട്ടർക്കും വയറ് നിറഞ്ഞെന്ന്.